രാമന് ഒരേ ഫീച്ചേഴ്സേ ഉള്ളൂ. രാമന് പകരം വെക്കാൻ, അല്ലെങ്കിൽ രാമനാണോ തോന്നിക്കുന്ന ഒരു ആനയുമില്ല. ആ കാര്യം അത്രത്തോളം മസ്തകപ്പൊക്കം, അത്രത്തോളം തലപ്പൊക്കം, ആ നിലവ്. SKN രാമൻ വരുന്നു. SKN തെക്കേ ഗോപുരനടയിലൂടെ. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ ഒരു ആന ഇറങ്ങി, അപ്പോൾ ഇവർ തെച്ചിക്കോട്ടുകാവിന് വേണ്ടി നടന്ന കാത്തിരിപ്പിൽ അത് രാമനാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. പക്ഷെ അതല്ല. അതെന്ന് പറഞ്ഞാൽ അതിന്റെ തിടമ്പ് കണ്ടപ്പോൾ മാത്രമാണ്. അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിന്റെ തുമ്പിക്കൈയും അതിന്റെ മസ്തകവും അതിന്റെ കാലും അതിന്റെ കുംഭങ്ങളും കാണുമ്പോൾ അത് രാമനല്ല എന്ന് കേവലം പ്രാഥമിക അറിയുന്ന ഒരു രാമനാരാധകന് മനസ്സിലാവും. അപ്പോൾ അത് രാമനായിരുന്നില്ല. ഇത് രാമനാണോ എന്നതാണ് ചോദ്യം. SKN തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്പസമയത്തിനകം ഈ തെക്കേ ഗോപുരനട തുറന്ന് അവന്റെ തിടമ്പേറ്റിയ മസ്തകം ഉയർത്തി നിന്ന് അവൻ ആ തുമ്പിക്കൈ ഉയർത്തി ഇവിടെ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിനായ പൂരമാരാധകരെ, രാമനാരാധകരെ അഭിവാദ്യം ചെയ്യും SKN. ആ അഭിവാദ്യം ഇവർ ഹൃദയത്തിൽ വർഷങ്ങളോളം സൂക്ഷിക്കുന്ന അഭിവാദ്യമാണ്. അഭിവാദ്യത്തിൽ ഇവിടെ ഈ പറയുന്ന പൊള്ളുന്ന വെയിൽ ചൂടിനെ നിലാവാക്കിക്കൊണ്ട്, ഇവിടെ ഈ ഉച്ചസൂര്യനെ ഉച്ചയിൽ കത്തുന്ന മേടസൂര്യനെ നിലാവാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആ ചൂടും വെയിലും ഒന്നും അറിയാതെ, ഒരു ഇമ്പാക്റ്റുമില്ല. അവരുടെ ഹൃദയത്തിൽ ഒറ്റ വികാരമേ ഉള്ളൂ, പൂരമെന്ന വികാരമാണ്. അവരുടെ അകക്കണ്ണിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് രാമൻ എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ ചൂടും വെയിലും ഒന്നുമല്ല. നൂറുകണക്കിന് കൈകൾ, നൂറുകണക്കിന് മൊബൈൽ ക്യാമറകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് കണ്ണുകൾ, ഹൃദയങ്ങൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒരു നോക്ക് കാണാൻ വെമ്പുന്നു SKN. അത് കേവലം തെച്ചിക്കോട്ടുകാവിനെ കാണലല്ല, അത് ഈ തെക്കേ ഗോപുരനടയും തെച്ചിക്കോട്ടുകാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. അതൊരു അസാധ്യ കോമ്പിനേഷനാണ്. SKN അസാധ്യ കോമ്പിനേഷനാണ്. ആനലോകത്തിന്റെ ഏകഛത്രാധിപതിയാണോ ഇറങ്ങി വരുന്നത് എന്നതാണ് ചോദ്യം. അവന്റെ മസ്തകത്തിൽ, അവന്റെ ആ നെറ്റിപ്പട്ടത്തിൽ ഈ പോക്കുവയിലടിച്ച് തിളങ്ങാൻ പോകുന്നു SKN. ആ തിളക്കം ആയിരം ആരാധകരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ആ തിളക്കം വലിയ പ്രകാശമായി കടന്നുവരാൻ പോകുന്നു SKN. തെക്കേ ഗോപുരനടയ്ക്കുള്ളിൽ രാമനാണോ എന്നതാണ് ചോദ്യം. തെക്കേ ഗോപുരനടയ്ക്കുള്ളിൽ അത് രാമനാണ്. SKN അത് രാമൻ, ഒരേ ഒരു രാമൻ, അഴകിയ രാമൻ, അടിപൊളി രാമൻ. രാമചന്ദ്രൻ വരുന്ന ആ വരവ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. തെക്കേ നടയിറങ്ങി സാക്ഷാൽ രാമൻ വിളിക്കുകയാണ്. തൃശ്ശൂർക്കാർ മുഴുവൻ കാത്തിരുന്ന ഒരൊന്നൊന്നര വരവായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ നടവഴി ഇറങ്ങിക്കഴിഞ്ഞു. ആത്മീയ ആവേശം കൊണ്ടതുപോലെ പൂരപ്രേമികൾക്ക് മുഴുവൻ ആവേശം പകർന്നുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രംഗമാണ് തെക്കേ നടവഴി രാമൻ ഇറങ്ങുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന തലപ്പൊക്കമുള്ള ആനയുടെ വരവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ ഈ ആന ഇപ്പോൾ തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ ഓമന ആന എന്നൊക്കെ നമുക്ക് പറയാൻ പ്രയാസമാണെങ്കിലും ഈ ആൾക്കാർക്ക് അത്രയും വാത്സല്യമുള്ള ആനയാണ്. അത്രയും വലിയ തലപ്പൊക്കം ഒരുപക്ഷെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, രാമൻ എന്ന പ്രിയപ്പെട്ട തൃശ്ശൂർക്കാരും അതുപോലെ ഈ പൂരപ്രേമികളും വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഇതിഹാസം രചിച്ചുള്ള നിൽപ്പ് വല്ലാത്തൊരു നിൽപ്പ് തന്നെ. ആഷ്മി, നമുക്ക് രാമൻ വന്നു കഴിഞ്ഞു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ ഏറ്റവും വലിയ എഴുന്നള്ളത്താണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. എതിരെ രാജാവ് എന്നല്ല വിളിക്കേണ്ടത് ഏകഛത്രാധിപതി എന്നാണ്, സാമ്രാട്ട് എന്നാണ്. SKN തുമ്പിക്കൈ ഉയർത്തിയുള്ള അഭിവാദ്യമുണ്ടല്ലോ. എത്ര ആരാധക ഹൃദയങ്ങളിൽ, ആരാധകരുടെ കണ്ണുകളിൽ കണ്ണു നിറയുന്നു SKN. ഒറ്റ വിളിയേ ഉള്ളൂ, രാമ 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 എന്നൊരൊറ്റ വിളിയിൽ ആയിരം ഹൃദയങ്ങൾ ഇവിടെ നിൽക്കുന്നു SKN. The king is coming. SKN നോക്കൂ, ആ മസ്തകം നോക്ക് SKN, ആ കാലുകൾ, ആ തുമ്പിക്കൈ, ആ കൊമ്പ്, ആ നിൽപ്പ് കണ്ടോ. ആ തുമ്പിക്കൈ ഉയർത്തി ആരാധകരെ അഭിവാദ്യം ചെയ്യുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അത് രാമനാണ്, ഒരേ ഒരു രാമൻ, അഴകിയ രാമനാണ്. ഇവിടെ ആരാധകർക്കുള്ള ഒറ്റ രാമനാണ്. രാമൻ അത് ആനയല്ല, എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്, അത് ആനയല്ല, എൻ്റെ ചങ്കിന്റെ പിടപ്പാണ് എന്ന് പറയുന്ന എത്ര ആരാധകരെ നമ്മൾ കണ്ടു. ഈ രാമൻ 7 മഹാത്ഭുതങ്ങൾ പോലെ എട്ടാമതൊരു മഹാത്ഭുതം എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനല്ല രാമൻ. ഈ രാമന്റെ ഈ ഉയരം, ഈ നിലവ്, ഈ കാഴ്ച, ഇവിടെ രാമനെയും ഈ തെക്കേ ഗോപുര നടയും രാമനും ചേർന്ന് നിൽക്കുന്ന രാമൻ അങ്ങനെ നിസ്സംഗമായി ഒരു നിർനിമേഷനായി അങ്ങേയറ്റം കാമായി നിൽക്കുകയാണ് രാമൻ ഇറങ്ങി വന്നു. രാമൻ ആ തുമ്പിക്കൈ ഉയർത്തി അവന്റെ ആരാധകരെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം രാമൻ ഇതെല്ലാം നമ്മൾ എത്ര കണ്ടതാ എന്ന മട്ടിൽ ഒരു നിർനിമേഷനായി അവൻ അങ്ങനെ നിൽക്കുകയാണ്. SKN ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള ആന എന്ന് ഉറപ്പായും പറയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ആന എന്ന് ഉറപ്പായും പറയാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ സാക്ഷാൽ രാമൻ മുന്നോട്ടേക്ക് ഇറങ്ങുകയാണ്. SKN എല്ലാം പ്രൂവ് ചെയ്തതാണ്. SKN തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എല്ലാം ഇനി തെളിയിക്കാനൊന്നുമില്ല.
അവന് തിരുത്താൻ ചരിത്രങ്ങളില്ല, അവനിനി തിരുത്താൻ ഒന്നുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും തിരുത്തിയതാണ്. വീണ്ടും രാമന്റെ അഭിവാദ്യം, ആരാധകരുടെ പ്രത്യഭിവാദ്യം. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ മസ്തകത്തിലെ നെറ്റിപ്പട്ടത്തിൽ വെയിലടിച്ച് തിളങ്ങുന്ന സ്കേൻ. ആ വെയിൽ തിളക്കം ആയിരക്കണക്കിന് ആരാധക ഹൃദയങ്ങളിലേക്ക് വലിയ വെളിച്ചമായി നിറയുകയാണ്. ചെറിയ കണ്ണുകളായി, വലിയ തുമ്പിക്കൈയായി, നീളൻ തുമ്പിക്കൈയായി അവിടെ അവൻ അങ്ങനെ നിൽക്കുകയാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, സാക്ഷാൽ രാമൻ. രാമ 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 എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ ഇവിടെ രാമന്റെ ആരാധകർ തള്ളുന്നുണ്ട്. സ്കേൻ ഇവിടെ തിക്കും തിരക്കും കൂട്ടരുത്, ആരും തിക്കും തിരക്കും കൂട്ടരുത്. ഇവിടെ രാമൻ നിൽക്കുന്നു. രാമൻ കൂടുതൽ ഇറങ്ങണം. ആദ്യം ഒരു ആന ഇറങ്ങി പോയിരുന്നു. അതിൽ പക്ഷേ എത്ര ആന നിരന്നാലും അവിടെ കാഴ്ചയൊന്നേ ഉള്ളൂ. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ കാഴ്ച. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരാധകർ ഇവിടെ വലിയ തിരക്കിലും രാമന്റെ ആരാധകർ രാമനെ ഒരു നോക്ക് കാണാൻ അങ്ങനെ എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര വെയിലുണ്ടെങ്കിലും, എത്ര ചൂടുണ്ടെങ്കിലും. നമസ്കാരം. അവിടെ വിശേഷിപ്പിക്കാൻ പേരുകളില്ല. സ്കേൻ അവിടെ ചാർട്ട് കിട്ടാനുള്ള പുതിയ പട്ടങ്ങളില്ല, പുതിയ ഒന്നുമില്ല. സ്കേൻ അവിസ്മരണീയമായ കാഴ്ച. സ്കേൻ എനിക്ക് മുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. സ്കേൻ രാമ 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 എന്ന ഒറ്റ വിളി. എസ്കേൻ നോക്ക സ്കേൻ അവന്റെ ഉയരം, അവന്റെ ആ മസ്തകം, അവന്റെ ആ നിൽപ്പ്, അവന്റെ എടുപ്പ് കണ്ടോ, ആ ചെവിയാട്ടം കണ്ടോ. എസ്കേൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ആരാധകരുള്ള ആന, ലോകത്തെ ഏറ്റവും രാമൻ വരുന്നു പറഞ്ഞു, രാമൻ വന്നു, രാമൻ വരുന്നു പറഞ്ഞു, രാമൻ വന്നു. രാമ 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 തിരുവമ്പാടിക്ക്. അപ്പൊ ഇവിടെ രാമന്റെ അടുത്ത അഭിവാദ്യം. അസ്കേൻ ഒന്നല്ല, രണ്ടല്ല, 3 അഭിവാദ്യം അവന്റെ ആരാധകർക്ക്. ആയിരക്കണക്കിന് അവിടെ നിൽക്കുന്ന കടല് പോലെ നിൽക്കുന്ന ആ പുരുഷാരത്തിന് മുന്നിൽ. ആയിരക്കണക്കിനായി നിൽക്കുന്ന പുരുഷാരത്തോട് ഒന്നല്ല, രണ്ടല്ല, 3 അഭിവാദ്യം. രാമന്റെ ഒറ്റ കാഴ്ചക്ക് വേണ്ടി കൊതിക്കുന്ന എത്ര പേരാണ്. രാമന്റെ വെയിലിനെ തണലാക്കി രാമൻ വന്നിരിക്കാണ് തിരുവമ്പാടിക്ക്. അതായത് വെയിലിനെ നിലാവാക്കി അത്യുഗ്രൻ ആറാട്ടിന്റെ നിലാവ്. അത്യുഗ്രൻ ആറാട്ടിന് പക്ഷെ വേർത്തൊലിക്കുന്നുണ്ട്. സാരമില്ല. പക്ഷെ ഇവിടെ അത്യുഗ്രൻ ഇത് വേർപ്പല്ല, ഇത് തൃശ്ശൂർക്കാരുടെ ആവേശ. ഇത് വേർപ്പല്ല. അത് ആവേശത്തിന്റെ ഇന്ധനം. ഇവിടെ രാമൻ, സാക്ഷാൽ രാമൻ മുന്നോട്ടേക്ക് പോകുന്നു. എസ്കേൻ നമ്മുടെ പൂരം റിപ്പോർട്ടിങ്ങിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്ര അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ഇതാദ്യമായാണ്. പുറത്തേക്ക് ഇറങ്ങാം. ഒരുപക്ഷെ എസ്കേൻ ഈ ഇത്രയും അധികം ആരാധകരുള്ള ആന അത് കേരളത്തിലെന്നല്ല, അത് രാജ്യത്തെന്നല്ല, അത് ലോകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരു ആനയുണ്ടോ എന്ന് സംശയമാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എസ്കേൻ ഇവന് തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവന് തിരുത്താൻ ചരിത്രം ബാക്കിയുണ്ടോ? ഇവന് കിട്ടാൻ വിശേഷങ്ങൾ ബാക്കിയുണ്ടോ? മിടുക്കൻ ഇവൻ ഗജരാജ തിരുമകൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊക്കെ പറഞ്ഞ് നൈസായിട്ട് തുമ്പിക്കയിൽ നിന്ന് മാറുന്നു പറഞ്ഞു. ഒന്ന് മാറി നിന്നേക്കാം. അവൻ ഗജരാജ തിരുമകൻ. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് ഇവിടെ പോലീസുകാർ വലയം തീർക്കുന്നു. രാമചന്ദ്രൻ ഇവിടെ ക്യാമറാമാൻ VS രാഹുൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് എന്ന് പറയുന്നത് അത്ര തിരക്കിലാണ്. ക്യാമറാമാന്റെ ആ എഫർട്ട് കൂടി കാണാതിരുന്നുകൂടാ. എന്തായാലും ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരോട് അവന്റെ കാര്യം പറയാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് ഉറപ്പായി പറയാം. രാമൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ രാമൻ ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്ന ദിവസങ്ങളുണ്ടായിരുന്നു. എസ്കേൻ ആ രാമനുണ്ട് എന്ന് മാത്രമല്ല, ആ രാമൻ വന്നാൽ ഒരു 1.5 വരവാണ്. അവൻ ഉയർത്താൽ ഒരു ഫിനിക്സ് പക്ഷിയുടെ ഉയർപ്പാണ് എന്ന് തെളിയിക്കുന്ന വരവായിരുന്നു രാമന്റെ വരവ്.